ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPI. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്നറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ട്. കുറഞ്ഞ പക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് എന്നും ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. MR അജിത് കുമാർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തലുണ്ട്. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നമ്മൾ ഇതിനു മുമ്പ് നൽകിയ വാർത്ത അത് വീണ്ടും അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നു, വിജിലൻസ് അന്വേഷണത്തിലടക്കം തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പമാണ് ഈ വിയോജിപ്പ്, ഈ എതിർപ്പ് ചേർത്ത് വെക്കേണ്ടത്. അത് CPIയുടെ മുഖപത്രത്തിൽ തന്നെ CPI പറയുകയും ചെയ്യുന്നു. അഭിലാഷ്, CPI നിലപാട് കടുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് CPMനെ അറിയിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതമെന്ന തലക്കെട്ടിൽ K പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിലാണ് പാർട്ടി നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷം ദേശീയതലത്തിൽ വലിയ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറണം, സർക്കാർ നയങ്ങളിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഒരാൾ വ്യതിചരിക്കാൻ പാടില്ല. അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് വ്യതിചരിച്ചുകൊണ്ട് ആരെങ്കിലും സംസ്ഥാന ഘടകത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിന്റെ നയസമീപനങ്ങൾ പ്രതിഫലിക്കുന്ന തസ്തികകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം എന്നാണ് CPI ആവശ്യപ്പെടുന്നത്. ജനങ്ങളുമായി നിരന്തര ബന്ധമുള്ളതാണ് ഏത് സംസ്ഥാനത്തെയും പോലീസ് സംവിധാനം. 57 മുതലുള്ള പോലീസ് സംവിധാനത്തിന്റെ പ്രവർത്തന രീതികൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജനഹിതമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വേണ്ടി ചാരകശക്തി എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ചുമതലകളിൽ നിന്ന് താരതമ്യേന അങ്ങനെ അല്ലാത്ത ചുമതലകളിലേക്ക് മാറ്റി നിർത്തണം. ഏതെങ്കിലും സർക്കാർ നിലപാട്, ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ പലപ്പോഴും സർക്കാരിനെ പ്രതിസന്ധിയിൽ കൊണ്ട് ചെന്നെത്തിക്കും. അത്തരമൊരു അവസ്ഥയാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളുമായുള്ള സന്ദർശനം സംസ്ഥാന സർക്കാരിനെ വരുത്തി വച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള സന്ദർശനം പ്രതിസന്ധിയിലാക്കി എന്ന CPIയുടെ ഉന്നത നേതാവ് തന്നെ പറയുന്നു. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട്. അത് ആ സാഹചര്യമാണ്. പക്ഷേ RSS എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ 2 ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട സമാധാനം നിലനിർത്തുന്ന കേരളത്തിൽ, പ്രത്യേകിച്ച് വർഗീയ സംഘർഷം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്തിന് രഹസ്യമായി സന്ദർശിച്ചു എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഔദ്യോഗികമോ വ്യക്തിപരമോ എന്താവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥരുണ്ട്. കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും അജിത് കുമാർ അത് അറിയിക്കേണ്ടതായിരുന്നു. അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം. 2017 DGP തസ്തികയിൽ മാറ്റം ഉൾപ്പെടെ എങ്ങനെ വരാമെന്ന സുപ്രീം കോടതി ഉത്തരവുകൾ വിധി അടിസ്ഥാനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രകാശ് ബാബു ഈ ലേഖനത്തിൽ അജിത് കുമാറിനെ മാറ്റണമെന്ന് ശക്തമായി വാദിക്കുന്നത്. ജനഹിതം മാനിച്ചുകൊണ്ട് സാങ്കേതികത്വം മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടാകണമെന്ന് പിണറായി വിജയനോട് CPMനോട് CPI ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷ തീവ്ര വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം, ഫെഡറലിസം, ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ്. MR അജിത് കുമാർ എന്ന ADGP ഇടത് മൂല്യങ്ങൾക്ക് കളങ്കമെന്ന് CPIയുടെ നേതാവ് പ്രകാശ് ബാബു പറയുന്നു. തീർച്ചയായും അരുൺ, ഇതിൽ നേരത്തെ മുതൽ CPIക്ക് ഇതേ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം ഉൾപ്പെടെ മാധ്യമങ്ങളോട് ചോദിച്ചതാണ് എന്ത് വിജ്ഞാനമായിരുന്നു ഈ RSS നേതാക്കളുമായി പങ്കുവെക്കാനുള്ളത് എന്ന്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന CPI, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPI ഈ വിമർശന സ്വരം ഉന്നയിക്കുന്നു. ഒരു പരിധിവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് നിശബ്ദമായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴിതാ അതിശക്തമായി വിമർശനം തന്നെയാണ് ഈ ലേഖനത്തിന് ഉന്നയിക്കുന്നത്. അത് മുന്നണിക്കകത്ത് വീണ്ടും അസ്വസ്ഥതകൾ സൃഷ്ടിക്കില്ലേ? ഒപ്പം രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ്ടും ഇത് ആയുധമാക്കി മാറ്റാൻ അവസരം ലഭിക്കുകയും ചെയ്യുമല്ലോ. തീർച്ചയായും ഇടതുമുന്നണി യോഗത്തിലടക്കം CPI നിലപാട് വ്യക്തമാക്കിയതാണ്. അജിത് കുമാറിനെ ഈ സംവിധാനത്തിന്റെ തലപ്പത്ത് ക്രമസമാധാന ചുമതല വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല നിലപാട് അറിയിച്ചതാണ്. CPI മാത്രമല്ല, അവിടെ അന്ന് സംസാരിച്ച ആദ്യ വിഷയം ചർച്ച അതിന്റെ തന്നെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട RJD ഉണ്ട്. അവരും കടുത്ത നിലപാടിൽ തന്നെയാണ്. സർക്കാർ എങ്ങനെ അന്ന് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മറ്റു പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന
മറുപടി പറഞ്ഞ RJD നേതാക്കളുണ്ട്. അവരും സ്വാഭാവികമായും ഈ വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകും. അന്ന് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് NCPയും അതുപോലെ RJDയും CPIയും ഒക്കെ അധികം കാര്യം മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം തയ്യാറാകാതിരുന്നു. പക്ഷേ ഇപ്പോഴും കാര്യങ്ങളിൽ മാറ്റം വരുന്നില്ല. ഈ ഇടതുമുന്നണി യോഗം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുന്നു. അപ്പോഴും സ്ഥിതിഗതികളിൽ മാറ്റമില്ല. അജിത് കുമാറിനെ എതിരെ വിജിലൻസ് അന്വേഷണം പോലും ആവശ്യപ്പെട്ടുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണ്. അവിടെ അതിനൊരു നീക്കുപോക്കം ഉണ്ടാകുന്നില്ല. മാത്രമല്ല അജിത് കുമാറിനെതിരെ ADGPയുടെ അന്വേഷണം അത് DGPയുടെ അന്വേഷണം അത് ഏത് തലം വരെ എത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഏറ്റവും പ്രധാനം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണമെന്നാണ് ഇടതുമുന്നണി യോഗത്തിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത്. CPI നേതാക്കൾക്കും സമാനമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അത് യോഗത്തിലല്ലെങ്കിൽ പോലും CPIയുടെ നേതൃയോഗങ്ങളിൽ അത് CPMന്റെ നേതൃയോഗങ്ങൾ അത് ഉയർന്നു വന്നതാണ്. എന്നിട്ടും ഇപ്പോഴും അജിത് കുമാറിനെ മാറ്റാത്തതിനെ കടുത്ത അതിർത്തി പരസ്യമാക്കുകയാണ് ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ADGPയെ മാറ്റാത്തതിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് CPI മുഖപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്.